ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? അപ്പോൾ ഞാനിപ്പോൾ ഹോസ്റ്റലിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം വ്ലോഗ് എടുക്കാമെന്ന് തോന്നിയതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിന്ന് എൻ്റെ അനിയത്തിയെ കാണാൻ വേണ്ടിയിട്ട് ബ്രില്യൻറ്റിൽ പോവാണ്. അപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ഭൂരിഭാഗം ആളുകൾക്ക് അറിയായിരിക്കും എനിക്കൊരു അനിയത്തിയുണ്ട് അപ്പോൾ ആൾക്കിപ്പം കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളെ ഒന്ന് പോയി കാണാമെന്ന് ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ അങ്ങനെ കാണാൻ പോവാണ്. അപ്പം എൻ്റെ ഭൂരിഭാഗം സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ബ്രില്യൻറ്റിലാണ് ഉള്ളത്. അപ്പോൾ അവരിൽ ആരെങ്കിലുമൊക്കെ കാണാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ ഉള്ളത് കൊണ്ടാണ് ഞാനൊരു വ്ലോഗായിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നത്. കാരണം പിന്നെ എടുത്ത് നോക്കുമ്പോൾ അത് എനിക്കൊരു മെമ്മറി ആയിരിക്കുമല്ലോ. അങ്ങനെ ഗൈസ് ഇതായി ഇറങ്ങി. ഇവിടുന്ന് കുറച്ച് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ മേടിച്ച് കേട്ടോ. കാരണം ചിലപ്പോൾ അവിടെ ചെന്നാൽ സമയം കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. ഇതേ നല്ല മഴക്കോളുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ക്യാമിൽ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒന്നാമത്തെ കാര്യം ട്രെയിനും ലേറ്റാണ്. പോകുമെന്ന് എനിക്കറിയത്തില്ല. കാരണം തിരിച്ച് 9 മണിക്കുള്ളിൽ എനിക്ക് ഹോസ്റ്റലിൽ കയറണം. പിന്നെ ആകെ ഉള്ളൊരു പ്ലാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ നേരെ എൻ്റെ വീട്ടിൽ പോകാമെന്നുള്ളതാണ്. അപ്പോൾ അത് ഞാൻ ചിന്തിക്കുന്നുണ്ട് ഇങ്ങനെ. ഞാൻ 2019 കേട്ടോ ആദ്യമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നത്. 20 നീറ്റ് എഴുതാൻ വേണ്ടിയിട്ട്. ആ ഒരു സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനാണ് എന്നെ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ വരെ കൊണ്ടുവിടുന്നത്. അച്ഛൻ എന്നെ മറ്റേ നാഗമ്പടം പാലത്തിൻ്റെ അവിടെ നിന്ന് ബസ്സൊക്കെ കയറ്റി വിട്ടിട്ട് തിരിച്ചു പോകും. അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനൊക്കെ ആകുമ്പോഴത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം കുറച്ച് നേരം കൂടെ കഴിയുമ്പോഴത്തേക്ക് അച്ഛൻ പോകുമല്ലോ. ശരിക്കും അതിന് ഹോം സിക്നെസ് എന്നൊന്നും അല്ല പറയണ്ടേ. കാരണം എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയത് കോട്ടയത്ത് ഗവൺമെൻറ് ഡെൻ്റൽ കോളേജിൽ BDS ആണ്. ആ ഒരു സമയത്തും അച്ഛൻ എന്നെ ഇങ്ങനെ കൊണ്ടുവിടുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് എനിക്ക് ഇത്രയും വിഷമമില്ലായിരുന്നു. ശരിക്കും നമുക്ക് ഈ പഠിക്കാനുള്ള സ്ട്രെസ്സും ടെൻഷനും ഹോസ്റ്റലിൽ ചെല്ലുമ്പോൾ ബാക്കിയുള്ളവർ പഠിക്കുന്ന കാണേണ്ടി വരുമെന്നുള്ള ഒരു പേടിയും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ ഭയങ്കരമായിട്ട് വീക്കാക്കുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിനെയൊക്കെ നല്ലൊരു പോസിറ്റീവായിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, നമ്മളിതിനെ എങ്ങനെ സർവൈവ് ചെയ്യുന്നു, അതിനനുസരിച്ചിരിക്കും നമ്മളുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ. നമ്മൾ പരമാവധി അവസാനം വരെയും നമ്മളുടെ മാക്സിമം എഫേർട്ട് ഇടാം. കാരണം പിന്നീട് ഒരു കാലത്ത് നമുക്കൊരു റിഗ്രറ്റോ കാര്യങ്ങളോ ഉണ്ടാവരുതല്ലോ. നമ്മൾ നമ്മുടെ 100% കൊടുക്കുക. ഏതൊരു സാഹചര്യമാണെങ്കിലും നമ്മൾ അവിടെ പൊരുത്തപ്പെട്ട് നിൽക്കുക. കാരണം നമ്മൾ വലിയൊരു ലക്ഷ്യമായിട്ടാണ് വന്നത്. അത് നേടിയെടുക്കാൻ നമുക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല. അങ്ങനൊരു ഇത് വേണം, നിങ്ങളുടെ ആ ഒരു ഫയർ വേണം നിങ്ങളുടെ ഉള്ളിൽ. നമ്മളെക്കൊണ്ട് പറ്റുവടാ, നമ്മളെക്കൊണ്ട് പറ്റും എന്ന് തന്നെ വിചാരിച്ച് പഠിക്കുക നിങ്ങൾ. ഫൈനലി എത്തി കേട്ടോ. ഹണിക്കൊമ്പ് ഹോസ്റ്റലിലാണ് കേട്ടോ ഷാലു ഉള്ളത്. എൻ്റെ ഹോസ്റ്റലിലെ റെസിഡൻസ് കുറവുകൊണ്ടാണ് കേട്ടോ. ചില സമയത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ടെൻഷനും സ്ട്രെസ്സും ഒന്നും സഹിക്കാൻ പറ്റാതാകുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ അമ്മയോട് പറയായിരുന്നു, അമ്മ എൻ്റെ കൂടെ ഒന്ന് വന്ന് നിൽക്കാവോ, നമുക്കൊരു വീടെടുത്ത് നിൽക്കാം എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഷാലുവിന് അങ്ങനെയാണ് ഞങ്ങൾ ആ ഒരു സമയത്ത് അങ്ങനെ വീടെടുത്ത് നിന്നതും കാര്യങ്ങളുമൊക്കെ. പക്ഷേ ഹോസ്റ്റൽ തന്നെയാണ് വർക്കാവുന്നത്. കാരണം നമ്മൾ ആ ഒരു പിയർ പ്രഷർ എന്ന് പറയത്തില്ലേ, ബാക്കിയുള്ളവർ പഠിക്കുന്ന കാണുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പഠിക്കാതിരിക്കാനായിട്ട് തോന്നത്തില്ല. മറ്റേ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി സമയമുള്ളതായിട്ടൊക്കെ തോന്നും. അപ്പോൾ ഈ ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾ നന്നായിട്ട് ശ്രമിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളടാ. എനിക്ക് എല്ലാവരോടും അത് തന്നെ പറയാനുള്ളൂ. ഷാലുവിനോടും ഞാൻ അത് തന്നെ പറയത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അവളോട് ഇങ്ങനെ സംസാരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ പല കാര്യങ്ങളും ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ആൾ ഭയങ്കര സന്തോഷത്തോടൊക്കെ വന്നിട്ട് ഇങ്ങനെ എന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷാലു ഇങ്ങനെ ഈ ഒരു സമയത്തൊക്കെ ഇങ്ങനെ എല്ലാവരും കാണുമ്പോൾ ആൾ ഭയങ്കര കൂളായിട്ട് നിൽക്കുമെങ്കിലും കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ആൾ വീണ്ടും നല്ല വീക്കാവും. സബ്സ്ക്രൈബർ നമ്പർ അവിടെ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയതും കുറച്ച് ഇമോഷണൽ ആയതുമായിട്ടുള്ളൊരു മൊമെൻ്റ് എന്ന് പറയുന്നത്, അവിടെ 50 പേരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൽ 10 പേരും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. അപ്പോൾ അവരിങ്ങനെ സ്നേഹം കാണിക്കുന്നതും ഓടി വരുന്നതും ഒക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് തന്നെയാണ് എൻ്റെ വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ. നിങ്ങളെ കാണുന്നില്ലെങ്കിലും കമൻസിലൂടെയൊക്കെ ഞാൻ അറിയുന്നുണ്ടല്ലോ. പിന്നെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഷാലുവിനെ എങ്ങനെയെങ്കിലും ഒന്ന് എൻ്റർടൈൻ ചെയ്യണം എന്നുള്ളതാണല്ലോ. അങ്ങനെ ഞങ്ങൾ കുറേ കൗണ്ടറൊക്കെ അടിച്ച് ആളെ ചിരിപ്പിച്ച് കുറേ സംസാരിച്ച് പാലാ ബേക്കേഴ്സിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് ആളെ ഇങ്ങനെ തിരിച്ചു കൊണ്ടുവിട്ടപ്പോഴും ആൾക്ക് എൻ്റെ പഴയ അതേ ഫേസ് തന്നെ, വിഷമം.